ഹായ് ഫോക്സ്. അപ്പോൾ ഇന്നലെ നമ്മളെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞെത്തി. ഇനിയിപ്പോൾ ഡ്രസ്സിൻ്റെ ലെങ്ത്തൊക്കെ ഒന്ന് ശരിയാക്കാണ്ട്, അതേപോലെ ഹെയർ ഒന്ന് കട്ട് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഒന്ന് വൃത്തിയാവാണ്ട് മൊത്തത്തിലാകെ ഹെയറൊക്കെ നന്നായിട്ട് ഗ്രോ ആയി കിടക്കുകയാണ്. അപ്പോൾ അതൊന്ന് ചെയ്യണം. പിന്നെ കുറച്ച് പരിപാടികളുണ്ട്, ആ വഴിയെ പറയാം. പോയിട്ട് വരാം. മതി. ഡാർക്ക് ഫാൻറ്റസിക്ക് മധുരമല്ല. ശരി. ഇപ്പോൾ സാധനങ്ങൾ വാങ്ങാനുള്ള ലിസ്റ്റ് ഇടണം. അപ്പോൾ അതിൻ്റെ പരിപാടികളിലാണ്. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ സംഭവം മറിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ആർട്ട് ഇതിൽ കാണുന്നത്. ഇതിൻ്റെ ആർട്ടിസ്റ്റ് വേറെ ആരുമല്ല, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അത് ഹൃദയം തന്നെ അല്ലേ? അപ്പോൾ അത് ഹൃദയം അല്ലേ? മണ്ഡല ആർട്ടോ? മണ്ഡല പൂജയല്ലേ? അപ്പം തുടങ്ങാം നമുക്ക്. അരി പഞ്ചസാര വേണം. ഇതൊക്കെ മനസ്സിലാവും. പിന്നെ പഞ്ചസാര ഗായ്സ്. അപ്പോൾ ഹെയർ കട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വലിയ തിരക്കേടില്ലാതെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഇത് ഞാൻ ഹെയർ കട്ട് ചെയ്ത് അവിടെ ബാർബർ ഷോപ്പിൽ നമ്മൾ നോക്കുമ്പോൾ പക്ക സെറ്റായി, മുടി നല്ല സെറ്റായി നിൽക്കും. പിന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ടൊരു കുളിയൊക്കെ കഴിഞ്ഞ് ഒരു കുറച്ച് നേരം കഴിഞ്ഞാണ്ട് നമ്മൾ പിന്നെ ഹെയറൊന്ന് കോംബ് ചെയ്താലൊന്നും കറക്റ്റായിട്ട് നിൽക്കില്ല. അതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റായിട്ട് മാറിയിട്ടുണ്ടാവും. ഇത് എനിക്ക് മാത്രമുള്ള പ്രശ്നമാണോ അത് എല്ലാവരും അനുഭവിക്കുന്നതാണോ എനിക്കറിയില്ല. പക്ഷെ ഞാനത് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഇങ്ങനെ. അതുപോലെ രാവിലെ ഡ്രസ്സ് കൊണ്ട് കൊടുത്തു. പക്ഷേ ആ ഡ്രസ്സ് കൊണ്ട് കൊടുത്തിട്ട് പുള്ളി അത് അപ്പം തന്നെ തന്നിട്ടില്ല നമുക്ക്. ഇനി നമ്മളത് പോയി എടുക്കണം. വൈകിട്ട് ചെല്ലാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പുള്ളി കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വൈകിട്ട് റെഡിയാക്കി വെക്കാമെന്നാണ് പറഞ്ഞത്. അതിന് പോയി എടുത്തിട്ട് വേണം. പിന്നെ സാധനങ്ങൾ വാങ്ങാൻ ഏതായാലും പുറത്ത് പോകണം. ആ സമയത്ത് ഇത് ഒക്കെ ചെയ്യണമെന്നാണ് കരുതുന്നത്. അപ്പോൾ അങ്ങനെ ഇറങ്ങുന്നതിന് മുന്നോടിയായിട്ട് കുറച്ച് കപ്പ വറവിട്ടത് കഴിക്കാം. മുളക് പൊടിയും അതേപോലെ തന്നെ കടുകൊക്കെ ഇട്ട് വറവിട്ട കപ്പയാണ്. കപ്പയും കട്ടൻ ചായയും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചെറിയമ്മ. ഇനി ഇതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ സൂപ്പർ മാർക്കറ്റിലോട്ട് പോകും. കുറച്ചുകൂടെ സാധനങ്ങൾ നമുക്ക് വാങ്ങാണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോകാൻ നിൽക്കുകയാണ്. നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പണ്ടുള്ള ഹൈപ്പർ മാർക്കറ്റിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ ഇവിടെ തന്നെയാണ് വരാറ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കൊരുവിധം സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ അവൈലബിൾ ആണ്. അത് ഒരു ഭയങ്കര യൂസ്ഫുള്ളായൊരു കാര്യമാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ കറൻ്റ്ലി കുറച്ച് ഓഫേഴ്സ് റണ്ണിങ് ആണ്.
ഓണം പ്രമാണിച്ചാണെന്ന് തോന്നുന്നു. ബൈ വൺ ഗെറ്റ് വൺ ഓഫേഴ്സ് എല്ലാം ഉണ്ട്. സോ നിങ്ങൾ ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് വീട്ടിലോട്ട് ആവശ്യമുള്ള സാധനങ്ങളാണ് എല്ലാം. ഇപ്പോൾ സോപ്പാണെങ്കിലും അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെയാണ് ഇവർ ഓഫേഴ്സ് ഇട്ടിരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. സോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. നല്ല മഴയാ. ഹായ് ഫോക്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഓണത്തിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡ്രസ്സ് നമ്മൾ ചെയ്യാൻ കൊടുത്തത് അത് തിരിച്ചു കിട്ടി. പിന്നെ അതേപോലെ കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു, അതും കഴിഞ്ഞു. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ഗൈസ് ബൈ.